ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുള്ള് വരുന്നത് പുഴയുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അച്ഛ പുഴയിലാണ് പണിക്കുന്നത്. അപ്പോൾ ഇന്ന് അച്ഛ പണി കഴിഞ്ഞ് വരാനായിട്ട് കുറച്ച് താമസിച്ചു. അപ്പം ഞാനും കിങ്ങിണിയും കുഞ്ഞൂസും കൂടി അച്ഛനെ നോക്കാമല്ലെന്നും പറഞ്ഞുകൊണ്ട് പുഴയിരികത്തോട്ട് വന്നായിരുന്നു. അപ്പോൾ കറക്റ്റ് അച്ഛനങ്ങ് കാണുകയും ചെയ്ത് ഞങ്ങളെ കണ്ടപ്പോഴേക്ക് അച്ഛൻ വേഗം കരക്കടുപ്പിച്ച് 2-3 വല വെച്ചപ്പോഴേക്ക് അച്ഛക്ക് എന്തൊക്കെയോ കുറച്ച് ചെമ്മീനും എന്തൊക്കെയോ പൊടിമീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറേയൊന്നുമില്ല. പുഴയിൽ ഇപ്പോൾ പണി വരലൊരു മോശമാണെന്നാണ് അച്ഛൻ പറയാറുള്ളത്. അപ്പോൾ ഒരു വലയും കൂടി വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണിരുന്നപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അച്ഛ വഞ്ചിയും അടുപ്പിച്ച് എൻ്റെ അടുത്ത് വന്നണ്ടെന്ന് ചോദിച്ചു. ചുമ്മാ നമുക്ക് അച്ഛൻ മീൻ പിടിക്കണൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ച് വഞ്ചിയിൽ കയറ്റി. അപ്പോൾ ഞാൻ കുറേ നാളായി വഞ്ചിയിൽ കയറിയിട്ട് എനിക്ക് വഞ്ചി കയറാൻ പേടിയൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു ചെറിയൊരു ഭയം വേറെന്നല്ല. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വഞ്ചിയിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളൂല, നമ്മൾ തല്ലിക്കൊല്ലണം എന്നൊക്കെ എന്തൊക്കെയോ പണ്ട് കേട്ടിട്ടുണ്ട് വഞ്ചിയിൽ വീണ് കഴിഞ്ഞാൽ. അപ്പം അതും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വഞ്ചിയിലോട്ട് കയറിയത്. പക്ഷേ കുഞ്ഞൂസാണെങ്കിൽ ഞാൻ വഞ്ചി കയറിപ്പോയപ്പോഴേക്കും ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞൂസിനെ ഞങ്ങൾ വഞ്ചി കയറ്റാൻ നോക്കിയായിരുന്നു. പക്ഷേ കൊച്ചിനെ എന്തോ കളയാൻ പോണ പോലത്തെ ഫീൽ ആയതുകൊണ്ട് കൊച്ചു ഭയങ്കര കരച്ചിൽ. ഞാൻ കയറിപ്പോയിട്ടാണെങ്കിലും കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. അവനിട്ട് നല്ലോണം പിണങ്ങുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ കാണിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടെററായിരുന്നു കുഞ്ഞൂസ് ഞാൻ വഞ്ചി കയറിയതിന് ശേഷം. പക്ഷെ ഞങ്ങൾ തിരിച്ചൊന്നും കൂടി പോരാന്ന് വിചാരിച്ചു. പക്ഷെ അവൻ പൊക്കോന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് വെറുതെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കടവ്. നേരത്തെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ വഞ്ചി എടുത്തിട്ടായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന സൈഡിൽ നിന്ന് ഞങ്ങൾ വഞ്ചിയൊക്കെ എടുത്തിട്ട് നേരെ അമ്മയുടെ വീട്ടിലിട്ടും. അതല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെയാണ് വഞ്ചിക്ക് ഇടാൻ 2 സ്ഥലമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ. ആ സമയം ശരിക്കും ഉച്ചക്ക് 1 മണിയാണ്. പക്ഷേ ഇവിടെ ഒട്ടും വെയിലില്ല, കാരണം നല്ല മഴക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ വഞ്ചിക്ക് പോകാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. കാരണം നമുക്ക് വെയിലിൻ്റെ ആ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. ചെമ്മീൻ വല ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പോയി എവിടെ നിന്നെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് തുടങ്ങും. അങ്ങനെ ആ വല തീരണ വരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. മീനും കൂടി വല്ലതും കിട്ടിയ കൊള്ളായിരുന്നല്ലേ. മീൻ എന്തെങ്കിലും ചെമ്മീൻ വലയല്ലേ. എത്ര പോയി നോക്കൂടാ. കുറച്ച് നേരം ഇട്ടിട്ട് അല്ലേ ആണോ? പിന്നെ ഇത് അന്വേഷിച്ച് പോകണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രസമില്ല, കാറ്റൂല ഒന്നുമില്ലാണ്ടേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് നേരം ഞങ്ങൾ വഞ്ചിക്കാർക്ക് അമ്മയുടെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നു വെച്ചത്. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു. ഒരിടക്ക് ചെറുപ്പത്തിലൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വീട്ടിൽ. അപ്പോൾ എപ്പോഴും വഞ്ചിക്കാരിന് പോയിക്കൊണ്ടിരുന്നു വെച്ചത്. വൈകുന്നേരം പോകും, എന്നിട്ട് അതിരാവിലെ പിറ്റേ ദിവസം വരും, അങ്ങനെ ഇരുന്നു. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ വണ്ടിക്കൊക്കെ പോകണ പോലെയാണ് അന്ന് വഞ്ചിക്ക് പോയിക്കൊണ്ടിരുന്നു വെച്ചത്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അന്ന്. അതൊക്കെ എന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് വേറൊരു വീഡിയോ ഉണ്ട്. അപ്പം അമ്മച്ചി ഞാനൊക്കെ ആയിട്ട് വന്നിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാട്ടാ. അമ്മച്ചിയാണ് അമ്മച്ചി. അവിടെ അമ്മച്ചി വന്നിട്ടുണ്ട്. ഇനി എത്ര ആയിട്ട് വരും നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട്? അങ്ങനെ അച്ഛൻ ഇന്നത്തെ വലവെക്കലും കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഇനി കരപ്പയിലാക്കി തരും. ഇനി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ശേഷം അച്ഛ വലയൊക്കെ പിടിക്കും. കടിക്കോ കൊഞ്ചി? എന്താ അതിൻ്റെ എന്തൊക്കെയോ കൊമ്പ് കൊണ്ട് കുത്താൻ നോക്കണം. അങ്ങനെ ഞങ്ങളിപ്പോൾ അതേ കരയോടെ എടുക്കാൻ പോണേന്ന്. അമ്മച്ചിയും കുഞ്ഞൂസും കിങ്ങിണിയും അവർ 3 പേരും എന്നെ കാത്തിരിപ്പണിട്ട് അവിടെ. കുഞ്ഞൂസ് വെറുതെ അല്ല കാത്തിരിക്കണം. കുഞ്ഞൂസ് തന്നെ ഒരു വടിയും പിടിച്ചാണ് കാത്തിരിക്കണത്. 50 തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം കൊച്ചവിടെ. നല്ല മഴക്കാരുണ്ട്.
അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഇച്ചിനോട് കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്നെ ഇപ്പോൾ ആക്കിയിട്ട് അച്ഛന് പിന്നെയും ഒന്നും കൂടി പോകും. അപ്പോൾ ഇത് അവരവിടെ 3 പേരും കൂടി എന്നെ നോക്കി നിൽക്കുകയാണ്. കുഞ്ഞൂസിൻ്റെ കയ്യിലൊരു എന്ത് ചെടിയുടെ കൊമ്പുണ്ട്, എന്നെ തല്ലാൻ വേണ്ടിയിട്ടാണ്. ചിരിക്കണമുണ്ട് കേട്ടോ. പോയപ്പോൾ ഭയങ്കര ബാങ്കായിരുന്നു കൊച്ചി. ഇപ്പോൾ എന്നെ തല്ലാൻ വേണ്ടിയിട്ട് 50 തല്ലാൻ വേണ്ടിയിട്ട് നിൽക്കണേണ് കൊച്ചി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അച്ഛൻ എന്നെ കരലായിക്കൊണ്ട് പിന്നെയും പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂസ് അമ്മച്ചും കൊണ്ട് അച്ഛക്ക് ടാറ്റയും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, ഫ്ലൈങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.